കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to IGNO Focus 5.0. IGNO previous year question paper or ultimate analysis on the whole session. So in this session, we are discussing journalism and digital media paper DNF 021. So in the whole session എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻ ആണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ TE പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിക്കറന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിലുള്ള 4 തീംസ് ആൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സെഷന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്, ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ്. അതിനകത്ത് നമ്മുടെ ഈ ഒരു പേപ്പറിനകത്തുള്ള സെറ്റ് ടോപ്പിക്സും തീംസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മോഡൽസ്, ജേർണലിസം സൊസൈറ്റി, ഇന്റർഫേസ്, മൊബൈൽ ജേർണലിസം, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് തീംസ് റിക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഡിഫറെന്റ് തീംസ് ഇൻക്ലൂഡ് ആണ്. നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഡിഫറെന്റ് എക്സാം ഫോർമാറ്റ്, അതിന്റെ മാർക്ക് സ്കീമും സ്ട്രക്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ഡിസംബർ TE നിർബന്ധമായിട്ടും അല്ലെങ്കിൽ പ്രെഡിക്റ്റീവ് അനാലിസിസ് നമ്മൾ നടത്തുന്നുണ്ട്. ടോപ്പിക്സ് ഏതൊക്കെ പ്രോബബിലിറ്റി ഉണ്ട്, അതിന്റെ ഹൈ ടു മീഡിയം ലോ ചാൻസിലോട്ടേക്ക് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സെഷന്റെ എൻഡിൽ നമ്മൾ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇഗ്നോയുടെ തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ മിറർ ചെയ്തുണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ സ്ട്രക്ചറിങ് ആണ്. അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും ലേൺവൈസിന്റെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്തായാലും അത് ചെക്ക് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ആൻസേഴ്സിലൂടെയും ഈ ഒരു മോക്ക് പേപ്പറിലൂടെയും ഗോ ത്രൂ ചെയ്യണം. സോ ഈ ഒരു പേപ്പർ നമ്മൾ എങ്ങനെ സ്ട്രാറ്റജിക്കലി നമ്മൾ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 24 തൊട്ട് ജൂൺ 25 വരെയുള്ള, അതുപോലെ തന്നെ അതിന് മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അനലൈസ് ചെയ്ത് അതിന്റെ ഒരു അൽഗോരിതം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോണ്ടന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടന്റ് തീം അത്ര ഏതൊക്കെയാണോ ഹൈ റെലവന്റ് തീം ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ആ ഒരു റെലവൻസ് വെച്ചുകൊണ്ട് തന്നെ സ്ട്രെസ് ചെയ്ത് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ഡിഫറെന്റ് ടോപ്പിക്സും അതിന്റെ അപ്പിയറൻസസും റെലവൻസും നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സസ്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഇൻ ജനറൽ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുള്ള 4 ടോപ്പിക്സ് ആണ്, കമ്പാരിറ്റീവ്ലി ലോ റെലവൻറ്റ് ആണ്. നെക്സ്റ്റ് യൂണിറ്റ് 2 നിന്നുള്ള ഷാനോൺ വീവർ മോഡൽ, നോയിസ് ഹാൻഡ്ലിംഗ്, ഫേക്ക് ന്യൂസ് ആൻഡ് മിസ്ഇൻഫർമേഷൻ, ഡിജിറ്റൽ ഏജ്, ഡിജിറ്റൽ ജേർണലിസം ആൻഡ് സൊസൈറ്റൽ പെർസെപ്ഷൻസ് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ മീഡിയ ആൻഡ് ജേർണലിസം, റോൾ ആൻഡ് ചേഞ്ചസ്, ജേർണലിസം, ഡിജിറ്റൽ മീഡിയ സൊസൈറ്റി റിലേഷൻഷിപ്പ് ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്, ലോ റെലവൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. മീഡിയ ഗേറ്റ് കീപ്പിംഗ് ഇൻ ഡിജിറ്റൽ എറ, ജേർണലിസ്റ്റിക് എത്തിക്സ് ഇൻ ഡിജിറ്റൽ എക്കോസിസ്റ്റം, ഫോർത്ത് എസ്റ്റേറ്റ് and democracy overview, fourth estate and democracy in digital age, citizen journalism ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്, കമ്പാരിറ്റീവ്ലി ലോ റെലവന്റ് ടോപ്പിക്സ് ആണ്. മൊബൈൽ ജേർണലിസം ആൻഡ് ഫീച്ചേഴ്സ് ഇൻ സിഗ്നിഫിക്കൻസ്, ആൽഗോറിതംസ് ആൻഡ് AI in journalism, impact on curation and engagement, algorithms in journalism, personalization and distribution, ethics issues in AI generated journalism, impact of social media on news conception ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുള്ള കമ്പാരിറ്റീവ്ലി ലോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി, യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻസ് തിയറി ഇൻ ഡിജിറ്റൽ മീഡിയ, പാർട്ടിസിപ്പേറ്ററി കൾച്ചർ, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ വയ ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് ഡിജിറ്റൽ മീഡിയ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളാണ്, ലോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഡിജിറ്റൽ ഇനീക്വാലിറ്റി, കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആൻഡ് സോഷ്യൽ ഇമ്പാക്ട്, ഡിജിറ്റൽ ഇനീക്വാലിറ്റി എഫക്ട്സ് ആൻഡ് മിറ്റിഗേഷൻ, ഗ്ലോബൽ മീഡിയ പോളിസീസ് ഓവർവ്യൂ, ഇന്റർനെറ്റ് ഗവേണൻസ് ഒരു തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ്, ലോ റെലവന്റ് ടോപ്പിക്സ് ആണ്. സോ നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് ഹൈ റെലവന്റ് ആയിട്ടുള്ള ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്, അത് കഴിഞ്ഞ് ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്. ഫ്രം ഡിസംബർ 24 തൊട്ട് 25 ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തതിൽ നിന്നാണ്
ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരു ഹീറ്റ് സമ്മറി നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1-നകത്തുള്ള യൂണിറ്റ് 4, അതുപോലെ യൂണിറ്റ് 1, നെക്സ്റ്റ് നമ്മൾ ബ്ലോക്ക് 2-നകത്തുള്ള യൂണിറ്റ് 10, അതുപോലെ യൂണിറ്റ് 14 വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി കുറച്ചും കൂടെ ഫ്രീക്വൻസി കൂടിയിട്ടുള്ള ഹൈ യൂണിറ്റ് ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 4-ലുള്ള ജേർണലിസം, ഡിജിറ്റൽ മീഡിയ ആൻഡ് സൊസൈറ്റി ഇമ്പോർട്ടന്റ് ആണ്. 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ടോപ്പിക് ആണ് യൂണിറ്റ് 10-ലുള്ള ആൽഗോറിതംസും AI റിലേറ്റഡ് ആയിട്ടുള്ള AI ജേർണലിസം 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 14-ലുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് ഡിജിറ്റൽ മീഡിയ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ലോങ് എസ്സേസ്. അത് 20 മാർക്സിനാണ് സാധാരണ രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. 350 to 400 വേർഡ്സിനാണ് ഈ ഒരു കൈൻഡ് ഓഫ് എക്സാം പാറ്റേൺ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ലോങ് എസ്സേസ് തന്നെ ക്രിട്ടിക്കൽ ഇവാലുവേഷൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. 20 മാർക്സിന് 350 to 450 വേർഡ്സ് ലിമിറ്റ് ആണ്. ഇനി തിയറി അല്ലെങ്കിൽ മോഡൽ വിത്ത് ഡയഗ്രാം, ഇത് 20 മാർക്സിനാണ് ചോദിച്ചു വരുന്നത്. ഷാനോൺ വീവർ ലേബിൾഡ് ഫിഗർ ഒക്കെ ഇതിനകത്ത് എക്സാമ്പിൾ ആണ്. 200 to 250 വേർഡ് ലെങ്തിലാണ് എഴുതേണ്ടത്. ഷോർട്ട് നോട്ട്സ് ചോദിക്കുന്നത് 20 മാർക്സിനാണ്. 150 to 200 വേർഡ്സിനാണ് ചോദിക്കാറ്. സോ ലോങ് എസ്സേസ് എന്ന് പറയുമ്പോൾ 350 to 400 വേർഡ് ലിമിറ്റിൽ നമ്മൾ 20 മാർക്സ് വെച്ചിട്ടാണ് എഴുതേണ്ടത്. അതിനൊരു കറക്റ്റ് സ്ട്രക്ചർ ഉണ്ട്. ആദ്യം അതിന്റെ ഒരു ഡെഫിനിഷൻസ് അത് ഇൻട്രോയിൽ കൊടുക്കാം, പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ബോഡിയിൽ കൊടുക്കാം, കൺക്ലൂഷനിൽ അതുപോലെ തന്നെ ഒരു മിനി കൺക്ലൂഷൻ വേണം. ഫീച്ചേഴ്സിന്റെ കൂടെ തന്നെ പ്രോസസ്സും കൂടെ നമ്മൾ എഴുതി വെക്കണം. ഓക്കെ, ഡിജിറ്റൽ മീഡിയ ക്യാരക്ടറിസ്റ്റിക്സും മൊബൈൽ ജേർണലിസം ടൂൾസും ഒക്കെ ലോങ് എസ്സേയിൽ എക്സ്പെക്റ്റഡ് ആണ്. നെക്സ്റ്റ് കൈൻഡ് ഓഫ് ഫോർമാറ്റ് ആണ് ലോങ് എസ്സേ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. 20 മാർക്സിന് 350 to 450 വേർഡ് ലിമിറ്റിൽ എഴുതേണ്ടതാണ്. സാധാരണ ഡെമോക്രസി, ഫോർത്ത് എസ്റ്റേറ്റ് ഡൈനാമിക്സ്, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ടോപ്പിക്സ് ആണ് ഈ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ടൈപ്പിൽ വരാറ്. ഷോർട്ട് നോട്ട്സ് 20 മാർക്സിനാണ് ചോദിക്കാറ്. അതിന് ഒരു 3 കൺസൈസ് പീസ് ആക്കിയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ, എക്സാമ്പിൾസ് ഒക്കെ കറക്റ്റ് കൊടുത്തിട്ട്. ഇനി തിയറി മോഡൽ വിത്ത് ഡയഗ്രാം 20 മാർക്സിനാണ് ചോദിക്കാറ്. ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി വേണം, അതുപോലെ ഒരു വിഷ്വൽ ലിറ്ററസി, ഒരു ക്ലിയർ ലേബിൾഡ് ഫിഗറും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യണം ഇതിന്റെ കൂടെ. 20 മാർക്സിനാണ്. 200 to 250 വേർഡ് ലിമിറ്റിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രം ഡിസംബർ 24 തൊട്ട് നോക്കുകയാണെങ്കിൽ 25 വരെയുള്ള കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് 1 39% ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 29 ആണ് ഒരു ആവറേജ് സ്കോറിന്. ബ്ലോക്ക് 3 14 ആൻഡ് ബ്ലോക്ക് 4 16. ജൂൺ 25-ന് ബ്ലോക്ക് 1-ൽ നിന്ന് 33%, ബ്ലോക്ക് 2-ൽ നിന്നും അത്ര തന്നെ 33 ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 20, അതുപോലെ ബ്ലോക്ക് 4 12%. സോ ഒരു ആവറേജ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1-ൽ നിന്ന് 36, ബ്ലോക്ക് 2 31, ബ്ലോക്ക് 3 and 4 ഒരു അറൌണ്ട് 17-14% ചോദിക്കുന്നുണ്ട്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ 24 ഡിസംബർ തൊട്ട് ജൂൺ 25 വരെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പോസിറ്ററി എസ്സേസ് 62%-ൽ നിന്ന് 75%-ലോട്ടേക്ക് ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും തിയറി ലൈക് ഡയഗ്രാം ബേസ്ഡ് തിയറി 25 ആകുമ്പോഴേക്കും ലൈക് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്, 0%-ഓളം ആയിട്ടുണ്ട്. ബട്ട് ഷോർട്ട് നോട്ട്സ് സ്റ്റഡി ആയിട്ടാണ് നിൽക്കുന്നത്. സോ 25 ഡിസംബറിൽ നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എസ്സേസ് ആണ്, അതും സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ എക്സ്പെക്ടഡ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് തന്നെയാണ്. ഇനി പ്രിപ്പറേഷൻ ടിപ്സ് എന്ന് പറയുമ്പോൾ 100 മാർക്സിന്റെ ഒരു പേപ്പർ ആണ്, 3 hours ആണുള്ളത്. സോ നമ്മൾ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ലോങ് എസ്സേസ്. സോ ലോങ് എസ്സേസിന് ഒരു 30 to 34 മിനിറ്റ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. 4 എസ്സേസ് കാണും. ടോട്ടൽ 128 to 136 മിനിറ്റ്സ് അതിന് സ്പെൻഡ് ചെയ്യണം. ഷോർട്ട് നോട്ട്സ് ഒരു 32 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം നമ്മൾ. അതുപോലെ ഒരു 5 മിനിറ്റ്സ് ഔട്ട്ലൈൻ ചെയ്യാനും ഡയഗ്രത്തിനൊക്കെ വേണ്ടിയിട്ട് റിവൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും സ്പെൻഡ് ചെയ്യണം. സോ ടൈം ലിമിറ്റിൽ വെച്ചിട്ട് അതുപോലെ വേർഡ് ലിമിറ്റും കൂടെ സൂക്ഷിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഇനി റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് ഫ്രം ഡിസംബർ 24 to ജൂൺ 25 നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, റോൾ ഓഫ് ഡിജിറ്റൽ മീഡിയ ഇൻ ജേർണലിസം സൊസൈറ്റി വിത്ത് ഇന്ത്യൻ കേസസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആൽഗോറിതംസ് AI ഇൻ ജേർണലിസം, ക്യൂറേഷൻ, പേഴ്സണലൈസേഷൻ ആൻഡ് എത്തിക്സ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ് appeared in 2 times. Fourth estate and democracy in digital age 2 times appeared ആണ്. കമ്മ്യൂണിക്കേഷൻ മോഡൽസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഷാനൺ വീവർ മോഡൽസ്. ഡിജിറ്റൽ ഇനിക്വാലിറ്റി കോൺസെപ്റ്റും എഫക്റ്റ് ആൻഡ് മിറ്റിഗേഷൻസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മൊബൈൽ ജേർണലിസം ഫീച്ചേഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് 1 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റ് ഗവേണൻസ് എയിംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ appeared in 1 time.
സിറ്റിസൺ ജേർണലിസം ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഫേക്ക് ന്യൂസ് ആൻഡ് മിസ്ഇൻഫോർമേഷൻ ഡിജിറ്റൽ ഏജ് ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രീക്വൻസി ടേബിൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് അസസ് ദ റോൾ ഓഫ് ഡിജിറ്റൽ മീഡിയ ഇൻ ജേർണലിസം ബ്ലോഗ് 1 ഉള്ളതാണ്. ഒരു ആവറേജ് സ്കോർ 20 ആണ്. ടോട്ടൽ മാർക്സ് 16 ആണ്. സോ ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്കസ് ആൽഗോറിതം ഇൻ AI ഇൻ ജേർണലിസം 50% ഓളം. ഒരു ആവറേജ് സ്കോർ 46 ആണ്. അനലൈസ് ദ റോൾ ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ് 30% ചാൻസ് ഉണ്ട്. 26 ആണ് അറൌണ്ട് ആവറേജ് സ്കോർ. ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് ദ ഫോർത്ത് എസ്റ്റേറ്റ് റോൾ ഇൻ ഡെമോക്രസി 26 ആണ് ഒരു ആവറേജ് എക്സ്പെക്ടഡ് സ്കോർ. എക്സ്പ്ലെയിൻ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് പ്രോസസ്സർ 20 ആണ് ഒരു എക്സ്പെക്ടഡ്. 40 നമ്മൾ ആവറേജ് സ്കോർ എക്സ്പെക്ടഡ് ആണ്. എക്സ്പ്ലെയിൻ ആക്സസ് ഡിജിറ്റൽ ഇൻഇക്വാലിറ്റി ആൻഡ് സൊസൈറ്റിയൽ എഫക്ട്സ് 20 ആണ് ഒരു പ്രോബബിലിറ്റി ചാൻസ്. 14 ആണ് ഒരു ആവറേജ് സ്കോർ. നെക്സ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വിഷ്വലൈസേഷൻ ആണ് ഫ്രം ഡിസംബർ 24 തൊട്ട് ജൂൺ 25 വരെ. സോ അതിൽ നമുക്ക് കാണാൻ പറ്റും റിപ്പീറ്റഡ് ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 90% ചാൻസ് ഉണ്ട് റോൾ ഓഫ് ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും. ഓക്കെ, സോ ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾ ടൈം അനുസരിച്ചിട്ട് അതുപോലെ തന്നെ ആൻസറിന്റെ ആ ഒരു ആർക്കിടെക്ചർ കീപ്പ് ചെയ്തിട്ട് തന്നെ ആദ്യം ഒരു ഇൻട്രോ കൊടുക്കണം, അതിന്റെ ഡെഫിനിഷൻസ്, പിന്നെ ബോഡിയിൽ അതിന്റെ ഫീച്ചേഴ്സ് കൊടുക്കണം, കൺക്ലൂഷൻ കൊടുക്കണം. ഇങ്ങനെ തന്നെ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇനി നമ്മൾ പ്രോബബിലിറ്റി ടേബിൾ നോക്കുകയാണെങ്കിൽ ജേർണലിസം ഡിജിറ്റൽ മീഡിയ 100% ചാൻസ് ഉണ്ട്. ഹൈ കാറ്റഗറിയാണ്. നമ്മൾ കണ്ടു റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആൻഡ് മോഡൽസ് 100 പ്രോബബിലിറ്റി ആണ്, ഹൈ കാറ്റഗറിയാണ്. ആൽഗോറിതം ആൻഡ് AI ഫോർ ജേർണലിസം 100 പ്രോബബിലിറ്റി ആണ്, ഹൈ കാറ്റഗറിയാണ്. നെക്സ്റ്റ് ഫോർത്ത് എസ്റ്റേറ്റ് ആൻഡ് ഡെമോക്രസി 100 പ്രോബബിലിറ്റി ആണ്, ഹൈ കാറ്റഗറിയാണ്. സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് ഡിജിറ്റൽ മീഡിയ 100 പ്രോബബിലിറ്റി ആണ്, ഹൈ കാറ്റഗറിയാണ്. ഡിജിറ്റൽ ഇനിക്വാലിറ്റി ഫ്രെയിംവർക്ക് എഫക്ട്സ് ആൻഡ് മിറ്റിഗേഷൻ 100 പ്രോബബിലിറ്റി ആണ്, ഹൈ ചാൻസ് ആണ്. ഫേക്ക് ന്യൂസ് ആൻഡ് മിസ്ഇൻഫോർമേഷൻ 50 പ്രോബബിലിറ്റി ആണ്, മീഡിയം ചാൻസ് ആണ്. മൊബൈൽ ജേർണലിസം ഫീച്ചേഴ്സ് ടൂൾസ് ആൻഡ് എത്തിക്സ് 50 പ്രോബബിലിറ്റി ആണ്, മീഡിയം ചാൻസ് ആണ്. സിറ്റിസൺ ജേർണലിസം സ്കോപ്പ് ആൻഡ് ലിമിറ്റ്സ് 50 ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറിയാണ്. നെക്സ്റ്റ് യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻസ് ഡിജിറ്റൽ തിയറീസ് 50 ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറിയാണ്. ഇമ്പാക്ട്സ് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ ന്യൂസ് കൺസപ്ഷൻ പബ്ലിക് ഒപ്പീനിയൻ 50 ചാൻസ് ആണ്, മീഡിയം കാറ്റഗറിയാണ്. ഇന്റർനെറ്റ് ഗവേണൻസ് ഓർഗനൈസേഷണൽ ഡിസിഷൻസ് ഇൻ ഇന്ത്യ 50 ചാൻസ് ആണ്, മീഡിയം കാറ്റഗറിയാണ്. ഗ്ലോബൽ മീഡിയ പോളിസീസ് ലാൻഡ്സ്കേപ്പ് ആൻഡ് ഓർഗനൈസേഷൻസ് 50 ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറിയാണ്. അതുപോലെ നമ്മൾ ഹൈ ടോപ്പിക്സുകളൊന്ന് പരിചയപ്പെടുകയാണെങ്കിൽ യൂണിറ്റ് 4 ജേർണലിസം ഡിജിറ്റൽ മീഡിയ സൊസൈറ്റീസ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നമുക്കത് കാണാൻ പറ്റും. യൂണിറ്റ് 10 ആൽഗോരിതം AI ഫോർ ജേർണലിസം, അതുപോലെ യൂണിറ്റ് 16 ഡിജിറ്റൽ ഇൻഇക്വാലിറ്റി റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സം മോർ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 6 ഫോർത്ത് എസ്റ്റേറ്റ് ആൻഡ് ഡെമോക്രസി, യൂണിറ്റ് 14 സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് ഡിജിറ്റൽ മീഡിയ, യൂണിറ്റ് 1 to 2 കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, യൂണിറ്റ് 8 മൊബൈൽ ഓഫ് സിറ്റിസൺ ജേർണലിസം, യൂണിറ്റ് 18 ഇന്റർണൽ ഗവേണൻസ്, യൂണിറ്റ് 17 ഗ്ലോബൽ മീഡിയ പോളിസീസ്, യൂണിറ്റ് 3 ഫേക്ക് ന്യൂസ് ആൻഡ് മിസ്ഇൻഫോർമേഷൻസ്, യൂണിറ്റ് 12 ഡിജിറ്റൽ തിയറീസ്, യൂണിറ്റ് 11 to 14 ന്യൂസ് കൺസപ്ഷൻ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഹൈ പ്രയോറിറ്റി ചാൻസ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് 70% റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. യൂണിറ്റ് 4, യൂണിറ്റ് 16, യൂണിറ്റ് 10 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. മീഡിയം കാറ്റഗറി എന്ന് പറയുമ്പോൾ 14 to 69% ചാൻസ് ഉള്ളതാണ്, റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. യൂണിറ്റ് 8, യൂണിറ്റ് 18, യൂണിറ്റ് 17 ഒക്കെയുള്ള ടോപ്പിക്സ്. ലോ പ്രയോറിറ്റി ആണ്, ലെസ് ദാൻ 40% ചാൻസ് ആണ്. ഒന്ന് സ്കിം ചെയ്ത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, പഠിച്ചാൽ മാത്രം മതി. ടീച്ച് ബാക്ക് മെത്തേഡിലൂടെ ഈ ഒരു 3 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ടോപ്പിക്സും നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ പ്രിഡിക്റ്റീവ് പേപ്പർ ആണ്. 3 hours ആണ്, മാക്സിമം സ്കോർ 100 ആണ്, ടോട്ടൽ വെയിറ്റേജ് 70%. ഓക്കെ, so instructions: attempt any 5 questions. All questions carry equal marks, 20 each. Okay, so first question, block 1 is 20 marks. Compare 2 models of communication of your choice and show how context, feedback and noises operate within each. Use a labeled diagram for at least one model and illustrate with a newsroom workflow example. Okay, അപ്പോൾ എക്സാമ്പിൾ എന്തായാലും നമ്മൾ കൊടുക്കണം. സബ് ആയിട്ട് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് സബ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതും കൂടെ അഡ്രസ് ചെയ്യുന്നു along with that. Second question, block 1 യൂണിറ്റ് 4 എന്ന് ചോദിച്ചാണ് 20 marks. Explain the interplay among journalism, digital media and society and evaluate 2 consequences of platform-centric news for public sphere and professional ethics. Substantiate with 1 Indian case. അപ്പോൾ contemporary ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സിനാരിയോസ് കൂടെ ആഡ് ഓൺ ചെയ്യണം. നെക്സ്റ്റ് ബ്ലോക്ക് 2 എന്നുള്ള ക്വസ്റ്റൻ ആണ്. Critically assess whether the fourth estate retained its watchdog role in the digital age. Discuss freedom of expression, accountability and platform influence on agenda set using Indian constitutional or policy reference where relevant.
സോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതിന് പറഞ്ഞിട്ടുള്ള പ്രിയാമ്പിളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള SR ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാം. Fourth question, analyze how algorithm and AI shape news discovery, production and distribution, discuss personalization, opacity and bias, and process two editorial oversight mechanism appropriate for Indian newsroom. Next, fifth, block 3 question. Examine how digital media activism mobilizes and sustains social movements. Using any two Indian movements, evaluate channels, metric of effectiveness, reach, engagement, outcome, and risks such as Skepticism. Block 4 question. Using conceptual framework of digital inequality, map its key dimensions. Skills, usage, and outcome. Assess two policy or institutional approaches to inclusion and recommend one newsroom initiative to reduce informational exclusion. 7. Design an end-to-end mobile journalism assignment to cover a civic end. Specify capture plans, verification steps, safety and ethics, and explain how you would package and distribute the story across platform. 8th question, short notes on it. Okay. A part of networked publics and online public sphere. Block 3 question on it. Hyper-personal communication in CMS. Block 3 again question on it. Global media policy, power dynamic versus participation. Block 4 in 3 topics on it. Internet governance in India, roles and challenges. Data-driven journalism, opportunities and constraints, ethical challenges in automated journalism. So, നമ്മുടെ ഇതാണ് predictive questions. ഇതിന്റെ ആൻസേഴ്സും അതുപോലെ മാർക്ക് സ്ട്രക്ചറും നമ്മളുടെ ലേൺവൈസ് ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ എന്തായാലും ഗോ ത്രൂ ചെയ്യണം. അറ്റ്ലീസ്റ്റ് 2 times എങ്കിലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. സോ നന്നായിട്ട് പഠിക്കുക. പ്രാക്ടീസ് മേക്ക് എവറിത്തിങ് ബെറ്റർ. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.